എല്ലാവരും ഓട്ടോ ഒക്കെ ചെയ്തോ എന്ന് ഞങ്ങളും ചെയ്തു കേട്ടോ. ഞങ്ങൾ രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു. തിരക്കാവുന്നതിന് മുൻപ് പോകാമെന്ന് കരുതി പോയതാണ്. പക്ഷേ അപ്പോഴും അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഓട്ടോ ചെയ്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത പണി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചോറും കറി വെക്കാം, അത്ര തന്നെ. അപ്പോൾ ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഗ്യാസ് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായിട്ട്, അതുകൊണ്ട് നമ്മളെല്ലാം വെക്കുന്ന അടുപ്പിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചോറിനുള്ള വെള്ളമൊക്കെ തിളച്ചവനെ അരിയൊക്കെ ഇട്ടു. അപ്പോൾ ഇനി ചോറാവട്ടെ. അപ്പോൾ ഈ സമയം ഞങ്ങൾ കുറച്ച് പയർ വിത്ത് നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളത് രാവിലെയും വൈകുന്നേരമാണ് നനയ്ക്കുന്നത്. അപ്പോൾ ഇന്ന് വോട്ടിന് പോയതുകൊണ്ട് തന്നെ രാവിലെ നനയ്ക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ആ സമയം വേഗം പയറൊക്കെ നനച്ചു കേട്ടോ. ഈ വെയിലും ചൂടും കാരണം കുറച്ച് ചെടികളിലൊക്കെ ഇല കരിഞ്ഞു പോയിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, ഉഷാറായി നിൽക്കുന്നുണ്ട്. നനയൊക്കെ തിരിച്ച് കയറിയപ്പോഴത്തേക്കും തീയൊക്കെ തീൻ്റെ പാട്ടിന് പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് വീണ്ടും ഊതി കത്തിച്ചു ചോറൊക്കെ ആക്കിയിട്ടോ. പിന്നെ ചോറിൻ്റെ ഒപ്പം കഴിക്കാനേ ഇന്ന് സ്പെഷ്യൽ ടൊമാറ്റോ ബർത്ത് ഉണ്ടാക്കിയാലോ എന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഞാൻ അതിനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ വീഡിയോ എപ്പോഴും കാണാറുണ്ട്, പക്ഷേ എപ്പോഴും ഉണ്ടാക്കണം എന്ന് ഇങ്ങനെ ആലോചിക്കാറുണ്ട്, പക്ഷേ ഇതുവരെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങോട്ട് ഉണ്ടാക്കി. ഇത് നല്ല ചൂട് ചോറിൻ്റെ ഒപ്പം കഴിച്ചു നോക്കും, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് കഴിച്ചു, എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പോൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി വെക്കണം, നല്ല